ഹല്ലേലൂയ. ആ രാജഭൃത്യൻ അത് ഗ്രഹിച്ചു. എന്താ ഗ്രഹിച്ചത്? അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ പറയുകയാണ്, അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്നപ്പൻ ഗ്രഹിച്ചു. യേശു പറഞ്ഞ നാഴികയിൽ. ഒന്നെല്ലാവരും പറഞ്ഞു, യേശു പറഞ്ഞ നാഴികയിൽ. യേശു പറഞ്ഞ സമയത്ത്. അതല്പം കൂടിയില്ല, അല്പം കുറഞ്ഞില്ല. ആ സമയത്ത് തന്നെ അത്ഭുതമുണ്ടായി. അതപ്പൻ ഗ്രഹിച്ചു. എന്നിട്ട് വചനം പറയുകയാണ്, താനും കുടുംബവും എന്ത് ചെയ്തു? ഒക്കെയും വിശ്വസിച്ചു. യേശു ഇവിടെ അത്ഭുതം ചെയ്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമുക്കിവിടെ വായിക്കാം. എന്തായിരുന്നു വിഷയം? യേശുവിൽ താനും കുടുംബവും വിശ്വസിക്കാൻ യേശു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തതിന്, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ കർത്താവ് അത്ഭുതം ചെയ്തതിന് പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് യേശു ചെയ്ത അത്ഭുതം നിമിത്തം യേശു തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ താനും കുടുംബവും യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളത് യേശു എന്നെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി എന്നുള്ളത് കൊണ്ട് യേശു സൗഖ്യമാക്കുന്നവൻ എന്നുള്ളതിനപ്പുറത്ത് യേശു മശിഹയാണെന്ന് വിശ്വസിക്കാൻ. ഹല്ലേലൂയ. ഒരുപാട് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിന് മുൻപും. പക്ഷെ ആ പ്രവാചകന്മാർക്കില്ലാത്ത ഒരു ക്വാളിറ്റി യേശുവിനുണ്ട്, ഒരു പ്രത്യേകത യേശുവിനുണ്ട്. എന്തുവെന്നറിയാമോ? ആ പ്രത്യേകത ഉലകത്തിൽ അവതരിക്കാൻ വന്ന ദൈവം തമ്പുരാനായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്ന മിശിഹയാണ് യേശു എന്നുള്ളതാണ് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും യേശുവിനുള്ള വലിയ വ്യത്യാസം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിച്ചത് ഇങ്ങനാണ്, താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. ഹല്ലേലൂയ. കുടുംബം, ആ രാജഭൃത്യന്റെ കുടുംബം ഒക്കെയും വിശ്വസിച്ചു. ഹല്ലേലൂയ. കുടുംബവും വിശ്വസിച്ചു. ഇവിടെ അത്ഭുതങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ. ഈ അറിവ് രാജഭൃത്യന് കിട്ടിയിട്ടുണ്ടാകാം. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്നുള്ള വസ്തുത മനസ്സിലാക്കിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ ചെല്ലുന്നത്. പക്ഷെ പ്രാരംഭത്തിൽ എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു അത്ഭുതം തൻ്റെ വീട്ടിൽ കണ്ടാൽ മതിയെന്ന് വിശ്വാസമുള്ളവൻ്റെ അകത്ത് വീണ്ടും യേശു മശിഹയാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു വിശ്വാസത്തിലേക്ക് ആ കുടുംബത്തെ കർത്താവ് ഒരുക്കി. ഓ ജീസസ്. ഒരു പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും ഒരു സൗഖ്യമോ ഏതെങ്കിലും ഒരു കാര്യമോ ആയിരിക്കാം, ഒരു അത്ഭുതങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം അവർ കർത്താവിലേക്ക് തിരിയുന്നത്. പക്ഷെ ആ അത്ഭുതം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് അവർ വിശ്വസിച്ചുറയ്ക്കത്തക്ക നിലകളിലുള്ള ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ കുടുംബം വിശ്വസിക്കാൻ കാരണമായതിൻ്റെ ഒറ്റ കാര്യമാണ്, ഈ രാജഭൃത്യൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കാനിടയായി. ഒറ്റ പ്രാർത്ഥന മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ. നമ്മുടെ ഒറ്റ പ്രാർത്ഥന മതി. അതിലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം തന്നെ രക്ഷപ്പെടാൻ നമ്മുടെ ഒരു പ്രാർത്ഥന മതി, നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി. നിങ്ങൾ ഇന്നലകളിൽ പ്രാർത്ഥിച്ചതും ഇന്ന് പ്രാർത്ഥിച്ചതും ഇനി പ്രാർത്ഥിക്കുന്നതും ആമേൻ, ചില ദൈവിക വരമായ നിലകളിൽ ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വരെ കാരണമായി തീരാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുത മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്നവർ
ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറഞ്ഞേ, കർത്താവേ, ആമേൻ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ആമേൻ, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിശ്ചയം. അതോടൊപ്പം ആ രോഗസൗഖ്യം പ്രാപിച്ചവർ ദൈവപുത്രനായ ക്രിസ്തുവാകുന്ന മിശിഹയാണ് യേശുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതം അവരിൽ സമർപ്പിച്ച്, യേശുവിൽ സമർപ്പിച്ച്, ആമേൻ, അവർ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. അങ്ങനെ ചില പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ഒറ്റ പ്രാർത്ഥന മതി, ആമേൻ, ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിലെ മരണകരമായ വിഷയത്തെ മാറ്റാൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി. സ്തോത്രം. രാജഭൃത്യൻ അതാണ് ചെയ്തത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചു, എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നു, നീ വന്നൊന്ന് സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എന്നിട്ട് യേശു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചവന്റെ വീട്ടിൽ മരണകാരണങ്ങൾ വഴിമാറി. ഒറ്റ പ്രാർത്ഥന മതി മരിക്കാൻ പോകുന്ന ചില കേസുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയ്ക്ക് കഴിയും. യേശുവിൻ്റെ അടുക്കലുള്ള ഒറ്റ പ്രാർത്ഥനയ്ക്ക്. അത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കർത്താവ് സ്കാനിങ് എടുക്കാൻ പറഞ്ഞില്ല, സ്തോത്രം, മെഡിസിൻ കഴിക്കാൻ പറഞ്ഞില്ല. കർത്താവ് അവിടെ അധിക സമയമൊന്നും ചെലവഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ല. ഒറ്റ വാക്കിൽ മരണഘട്ടങ്ങൾ കുടുംബത്തിൽ നിന്ന് വഴിമാറി. അതിൻ്റെ പുറകിൽ അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളൊരൊറ്റ കാരണമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ സമയമെടുക്കട്ടെ പ്രിയരെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മരണഘട്ടങ്ങൾ ചില വീടുകളിൽ നിന്ന് വഴിമാറും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് യേശു തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കാനിടയാകും. വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനിടയാകും.